ഏറ്റവും കൂടുതൽ വൃത്തിയോടുള്ള സ്ഥലമാണ് ഇപ്പൊ ഏറ്റവും വലിയ സിറ്റി. എന്താ? അല്ല, ഇങ്ങനെ റോഡിലേക്ക് വേസ്റ്റ് എടുത്ത് എറിയുന്നവരാ ശരിക്കുള്ള വേസ്റ്റ് എന്ന് പറയുമായിരുന്നു. തോന്നിക്കാടാണ് കൊള്ളാലോ. തോന്നിക്കാടോ? ഈ താലൂക്ക് ഓഫീസിലേക്കുള്ള ബസ് നമ്മളിന്ന് രാവിലെ കണ്ടല്ലായിരുന്നോ? ഒരു വ്യത്യാസം കേട്ടോ. കണ്ട വേലക്കാരത്തിയൊന്നും പറയത്തില്ല. അല്ല, ഞാൻ ഈ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേ. ആണോ? ഞാനും അങ്ങനെ തന്നെ. നമ്മൾ അധ്വാനിക്കുന്നവരുടെ ആയുധം എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പൊ കൊള്ളാവുന്ന ഡ്രസ്സ് ധരിക്കുന്നത് ആ ശരീരത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമില്ല. ആർഭാടമാകരുത് കേട്ടോ. പക്ഷെ ഇത് നല്ലതാ. എന്തിനാ അച്ഛൻ അമ്മ ഉപേക്ഷിച്ചു പോയെ? അച്ഛനോ? പറഞ്ഞല്ലായിരുന്നോ? ഓ, അച്ഛനമ്മയെ ഉപേക്ഷിച്ചു പോയത് മദ്യപാനം. അടുത്ത മദ്യപാനായിരുന്നു. ശരിയാ. ഈ ചത്തെടുത്തും പെറ്റെടുത്തും ഇപ്പൊ മുംബൈ നിൽക്കുന്ന മദ്യമാ. എന്റെ അച്ഛൻ പോയത് അങ്ങനെ നല്ല വെള്ളോടിക്കാരനായിരുന്നു. നമ്മള് തമ്മിൽ ഭയങ്കര സാമ്യം ഉണ്ടല്ലോ. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? കോളേജിലേക്ക്. കോളേജിലേക്കോ? അല്ല, കോളേജില് സാറിന്റെ മോള് രേവതിക്ക് ഇതൊക്കെ കൊടുക്കണം. കാശുകാരങ്ങനെയാണല്ലോ, ലഞ്ചും മറ്റും ജോലിക്കാരും കൊണ്ട് കൊടുക്കണം. അതിപ്പോ എന്നതിനാ ഇത്ര വലിയ നിരാശയായിട്ടൊക്കെ പറയുന്നത്? അത് നമ്മളൊരു ജോലി ചെയ്യുമ്പോ സന്തോഷത്തോടു കൂടി അങ്ങ് ചെയ്യണമെന്നേ. എവിടെ കോളേജ്? എവിടെ? ഇവിടെ ഈ മാധവപുരത്ത്. നമ്മുടെ താലൂക്ക് ഓഫീസ് കഴിഞ്ഞിട്ടല്ലേ? അവിടെ തന്നെ. താലൂക്ക് ഓഫീസ് വഴിയല്ലേ? അയ്യോ, കേറില്ല. അല്ല, ഇത് ആ വഴിയാന്ന്. വരാടോ പോയി. ഇയാള് കിടന്ന് പോവാ. ഞാനും 2 മാസം ബസ്സിലെ കിളിയായിരുന്നു. പക്ഷെ സ്ത്രീകൾ കയറുമ്പോ ഇതേ കണക്ക് പോസ്റ്റ് ഇട്ട പോലെ നിൽക്കുകയില്ലായിരുന്നു. ചേട്ടാ, 2 ടിക്കറ്റ്. ഒരു താലൂക്ക് ഓഫീസ്, മാധവപുരം, ഒരു മാധവപുരം. ഹലോ, എന്നാ പേരെന്നാ? രാധാകൃഷ്ണൻ. അല്ലാതെ രാധാന്നല്ലല്ലോ. ഇതേ സ്ത്രീകളുടെ സീറ്റാ. സ്ത്രീകൾ ഇതുപോലെ നിൽക്കുമ്പോഴാണോ ഇതുപോലെ പുരുഷന്മാര് കയറിയിരിക്കുന്നത്? എണീറ്റ്. പിന്നെ വേണ്ട, ഇതേ നിയമങ്ങൾ അനുസരിക്കാൻ തന്നെയുള്ളതാ. എവിടെയെങ്കിലും മൂത്രമൊഴിക്കാൻ പാടില്ലെന്നുള്ള ബോർഡ് കണ്ടുകഴിഞ്ഞാൽ അവിടെ മൂത്രമൊഴിക്കുന്ന പാർട്ടികളാ. ഒന്ന് പതുക്കെ പറടൂ. ഇതുപോലെ പതുങ്ങി നിൽക്കുന്നോണ്ടാ അമ്മ പെങ്ങന്മാർ ഇതുപോലെ നിൽക്കേണ്ടി വരുന്നത്. അതെ, ഞങ്ങളുടെ നാട്ടിലൊരുത്തരുണ്ട്. എന്റെ നാട് തോനക്കാടാ. ഒരു ഫിലിപ്പ്. ആകാശത്തിന് താഴെ അവൻ മാത്രമേ ഉള്ളൂ അവന്റെ വിചാരം. വായി തോന്നി എന്തും വിളിച്ചു പറയും. പെണ്ണുങ്ങളെ ഓക്കെ വഴി നടക്കാൻ സമ്മതിക്കുകയല്ല. അവസാനം ഞാനും കിഴക്കേതിലെ ജ്യോതിയും പ്രകാശനും കൂടി അവൻ അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചു. പറഞ്ഞില്ലല്ലോ, പ്രകാശൻ അപ്പം മിലിറ്ററിയില്ല. അങ്ങനെ ഞാനും ജ്യോതിയും പ്രകാശൻ. പൊന്നു സഹോദര, ഞാൻ തോറ്റു. ഇതെന്താ റേഡിയോ ആണ്? ഇതിലും ഭേദം നിൽക്കണം. ഇങ്ങോട്ടിരുന്നോളൂ. എന്റെ അമ്മോ, ഇനി ചേച്ചി പോയിരുന്നോളൂ. സ്ഥലമുണ്ടല്ലോ, കറക്റ്റ് സീറ്റ്. അതാ നല്ലത്. പുതുമോടിയാണല്ലേ? ഹലോ, ഞാനും ആ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ബഹളം വെച്ച് ഭാര്യയ്ക്ക് സീറ്റൊക്കെ പിടിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതന്ന്. ഇപ്പൊ ഞാണ്ടല്ലോ എവിടെങ്കിലും പോയി ഇരിക്കാൻ പറയും. കല്യാണം കടുപ്പം തന്നെ സ്വാമിയേ. എന്താ നിന്റെ ഉദ്ദേശം? ആ പ്രിയൻ അവനത് സീരിയസ് ആയിട്ട് എടുത്തിരിക്കുവാ. എന്തോന്നാ അങ്കിൾ ഇതറിഞ്ഞ എന്തൊക്കെ ഉണ്ടാവാന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? വരട്ടെ, അറിയാനൊക്കെ ഇനി സമയം കിടക്കല്ലേ. ഒരു പാവം തോന്നക്കേട്ടുകാരനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ആദ്യം ഞാനും അതേ വിചാരിച്ചുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞ ഇപ്പൊ ഞാനൊരു വല്ലാത്ത അറ്റാച്ച്മെന്റില്ല. ഈ ഡ്രാഫ്റ്റിംഗ് കറക്റ്റ് ആണോ നോക്കിയ പ്രിയ? ശോഭ സാറേ, നമ്മുടെ നീനുമോക്ക് പ്രിയനെ കാണുമ്പോ ആകപ്പാടെ ഒരു സംശയമാണല്ലോ. എന്നാ പിന്നെ പ്രിയ, നീനുന്റെ വീട്ടിൽ നമ്മളൊന്ന് സംസാരിക്കട്ടോ? എന്നതാ? രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ. എന്നാ നടക്കട്ടെ? കല്യാണമായി. നിങ്ങൾ ഈ നീനിക്കൊച്ചിനെ വെറുതെ കളിയാക്കാന്നോ? ഇതിനൊക്കെ സ്വയംഭര ആമ്പിള്ളേര് വേറെ കിട്ടുന്നേ. നമ്മളൊക്കെ പാവം തോനക്കാട്ട്. പിന്നെ നമുക്കൊക്കെ പറ്റിയൊരു പെങ്കൊച്ചിനെ ഞാൻ തന്നെ അങ്ങ് കണ്ടുപിടിച്ചായിരുന്നു. ശരി. ഞാൻ താമസിക്കുന്ന ലോഡ്ജില്ലയോ, അതിനടുത്തുള്ള പെങ്കൊച്ച.
ഒരു പാവം പിടിച്ചതാണ്. വെയിൽ കൊള്ളാനും വെള്ളം കോരാനൊന്നും അതിന് യാതൊരു മടിയില്ല. ആളെങ്ങനെ പ്രിയ? സുന്ദരിയാണോ? സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ കണ്ണിലല്ലേ. എന്റെ കണ്ണിൽ ആ പെങ്കൊച്ചും ആ പെങ്കൊച്ചിന്റെ കണ്ണിൽ ഞാനും ഓക്കെ. ആ എന്റെ പെങ്ങടെ കല്യാണം കഴിഞ്ഞ ഉടനെ കാണും. നമ്മുടെ പെങ്കൊച്ചിന് അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ രജിസ്റ്റർ മാരേജ് ഒന്നും ആയിരിക്കത്തില്ല. 4 ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നല്ലോ അവളുടെ അഭിമാനം എന്ന് പറയുന്നത്. ആ ഉള്ള സെറ്റപ്പൊക്കെ ഞാൻ ഒരുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ബസ്സും പിടിച്ച് പാട്ടൊക്കെ പാടി അങ്ങ് പോവാം. കോനക്കാടൊന്നും ചിലപ്പോ ഒരു ബസ് കാണും. ഞാനിത് സാറിനോട് പടം കഴിഞ്ഞോ സാറേ? ആരാ? അയ്യോ അതല്ലേ വൈശാഖൻ സാറ്. പുള്ളിക്കാരന്റെ ഒഴിവിലല്ലേ പ്രിയനൂടെ കേറിയത്. പക്ഷെ ഇപ്പോഴത്തെ ഈ വരവിൽ എന്തോ ഒരു പന്തുകളുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വാ ഇരിക്കെ. ലീവാണേലും ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിക്കൂടെ? സാറ് വിഷമിക്കണ്ട, ഞാൻ ഇനി സ്ഥിരമായിട്ട് ഇവിടെ കാണും. ലീവ് ക്യാൻസൽ ചെയ്ത് നാളെ ഞാൻ റീജോയിൻ ചെയ്യാൻ സാർ. അപ്പോൾ സിനിമ ഡയറക്ഷൻ അതൊക്കെ ഒരു സിനിമ കഥ പോലെ അങ്ങ് പോട്ടെ സാർ. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് സാർ ഇൻഡസ്ട്രിയിൽ. കാത്തിരുന്ന് മടുത്തിട്ട് മറ്റു ജോലിക്ക് പോകുന്നത്. ലേറ്റായി വരുന്നതിന് നാളെ മുതൽ മെമ്മോയും വാണിങ്ങൊന്നും വേണ്ട സാർ. പ്രൊഡ്യൂസർ തെണ്ടി നടക്കലൊക്കെ നിർത്തി. എടോ വൈശാഖ, തനിക്ക് പകരം വേറൊരാൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അയാൾ ത്രോൺ ഔട്ട് ആവണമല്ലോ. താൽക്കാലിക വേക്കൻസി അല്ലേ, തിരിഞ്ഞു പോട്ടെ. അപ്പോൾ നാളെ ഞാനിങ്ങ് വരുന്നു. ആ വൈശാഖ, പ്രിയ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാടാ? അല്ല അതിപ്പോ എന്നാലും ഇവിടുന്ന് പോയല്ലേ പറ്റത്തുള്ളൂ സാറേ. എനിക്ക് എവിടെയും എന്ത് ജോലി ചെയ്യാനും സന്തോഷമുള്ളൂ. പക്ഷേ എന്നാന്ന് വെച്ചാ എനിക്ക് സാറിനെയും ഇവിടെ ഉള്ളവരെയൊക്കെ അങ്ങ് വലിയ ഇഷ്ടമായിരുന്നേ. ഞങ്ങളും നിന്നെ അങ്ങ് സ്നേഹിച്ചു പോയതാ. പക്ഷെ പെട്ടെന്ന് നാട്ടിലേക്ക് അങ്ങ് തിരിച്ചു പോയാലേ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നേ, അതാ. നീ ഒരു കാര്യം ചെയ്യ്. നീ നേരെ വൈശാഖന്റെ വീട്ടിൽ ചെന്ന് നിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവനോട് നേരിട്ടൊന്ന് പറ. അതെ, പ്രിയനൊന്ന് പോയി കാണും, അതാ നല്ലത്. ചെല്ല. ചുട്ടരച്ച ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞി മുന്തി ചന്തയിലെത്തി ചില്ലുവാനം കയറ്റി. അതെ ജോലിക്കാരോ, ജോലിക്കാരോ. ജോലിക്കാരനോ? എന്ത് കളിയാക്ക? ഇതിലെന്നെ കളിയാക്കാൻ ഇരിക്കുന്നത്? ജോലിക്കാരെന്ന് വിളിക്കുന്നത് നല്ലതല്ലയോ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ജോലി ചെയ്യാത്തവനെ എന്ന് വിളിക്കുന്നതാ കളിയാക്കല്. പിന്നെ ഈ കയ്യോങ്ങലൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി കേട്ടോ. എന്നാ നോക്കി പഠിപ്പിക്കുന്നു? നല്ലണോ? നല്ലേ അഭിനയിച്ച് കാണിച്ചതാ. നാടകത്തില് നല്ല സഹനടനുള്ള അവാർഡ് 3 പ്രാവശ്യം വാങ്ങിച്ചവനാണ് ഞാൻ. ഇപ്പോ വൈശാഖ സാറിന്റെ പടത്തിലൊരു ചാൻസിന് വേണ്ടിയാ ഇതൊക്കെ. ആണോ? എന്നാ കേട്ടോ, വൈശാഖൻ സാറ് പടമൊക്കെ മടക്കി ഓഫീസിൽ ചേരാൻ പോവാ. സിനിമയ്ക്കൊക്കെ കാണണ്ടേ, കാർട്ടൂൺ ഇട്ടു. അമ്മച്ചി, ഞാനേ വൈശാഖൻ സാറിനൊന്ന് കാണാൻ വന്നതാ. പൂനെന്നാണോ? എന്നാ? അല്ല, പൂനെയിലെ സിനിമാക്കാരവന്റെ കൂട്ടുകാര്. അതാ. അല്ല, ഞാൻ ആഫീസിൽ നിന്നാ. വൈശാഖൻ സാറ് ജോലിക്ക് ജോയിൻ ചെയ്ത എന്റെ ജോലി പോവും. സാറിനെ കണ്ടിട്ടൊന്ന് അപേക്ഷിക്കാൻ വന്നതാ. സാറിനെ കാണാൻ. അതെ, വൈശാഖ സാർ അകത്തോട്ട് അങ്ങോട്ട് വന്നാട്ടെ. അയ്യോ, ഇതെന്നാ ഈ ചേനയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതിനൊന്നും വളം ഇടുകയല്ലേ? ആകെ കുറഞ്ഞിരിക്കുന്നു. അമ്മച്ചി വളം ഇടുമ്പോഴേ നമ്മുടെ വാഴല കരയിച്ച് കൂടി ഇടണം, എന്നാലേ നല്ല പുഷ്ടി ഉണ്ടാകത്തുള്ളൂ. സിനിമാ കാര്യത്തിന്റെ ഇടയ്ക്ക് ചേനക്കാര്യം. അങ്ങോട്ട് വന്നിട്ട് വൈശാഖ സാറിനെ കാണാം.